ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അതേപോലെ തന്നെ അപ്പത്തിൻ്റെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഈ കറിക്ക് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലോട്ട് നമുക്ക് ഒരു 15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്താൽ മതി. ശരിക്കും ഈ കറിക്ക് ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. തേങ്ങയുടെ നിറം ഒന്നും മാറിപ്പോരുത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. 4 മിനിറ്റാണ് ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇത് തണുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അളവ് നോക്കി ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ പൊടികളിലെല്ലാം പച്ചമണം മാറിക്കിട്ടണം. ഇപ്പോൾ തീ കുറച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉണങ്ങിയ ഗ്രീൻ പീസ് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്, അതാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ചേർക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ച വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി നമുക്ക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളിയാണിത്. അതും കൂടി ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കണം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസൊക്കെ നേരത്തെ വെന്തതാണ്. ഉരുളക്കിഴങ്ങും തക്കാളിയും മാത്രം വേവേണ്ടതുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത്. ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി നമുക്ക് വേണ്ടി വരും. ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഗ്രേവി തണുക്കുന്നോറും കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം കൂട്ടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറി നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് തളിച്ച് ചേർത്ത് കൊടുക്കാം. തളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക.
ഇതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ചേർത്ത കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അതേപോലെ തന്നെ അപ്പത്തിൻ്റെയും കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. അപ്പം നിങ്ങളും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം.